ഹംഗറിയിൽ റഷ്യൻ വിപ്ലവത്തിന് ശേഷം 1919 തന്നെ കമ്മ്യൂണിസമൊക്കെ ഇവിടെ വന്നിരുന്നു. പിന്നീട് സോവിയറ്റ് അധിനിവേശം വന്നു. സോവിയറ്റ് അധിനിവേശം എന്നുള്ളതിനേക്കാൾ സോവിയറ്റ് യൂണിയന് ഒരു അപ്രമാദത്തോടെ വന്നു. അതിനെതിരെ 1956 ഒരു അപ്രൈസൽ, അതിനെതിരെ ഒരു റിവിഷനിസ്റ്റുകളുടെ 1956 അപ്രൈസലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇംറിനാഗിനെ കുറിച്ചൊക്കെ. ഇംറിനാഗി ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരുന്നു, പക്ഷേ സോവിയറ്റ് അധിശതത്തിനെതിരായിരുന്നു. അങ്ങനെ ഇംറിനാഗിക്കെതിരെ സോവിയറ്റ് യൂണിയൻ തിരിഞ്ഞു. ഇവിടുത്തെ തന്നെ ഒരു കശാപ്പുകാരൻ, ഹംഗറിയുടെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നൊരു ആന്ത്രപ്പോവ് ഉണ്ട്. ആന്ത്രപ്പോവ് ക്രുഷ്ചോവിനോട് പറഞ്ഞ് സൈന്യത്തും കടയൊക്കെ അല്ലാണ്ട് വേറെ രക്ഷയില്ല, കാരണം സൈനികർ ഇല്ലാതെ ഈ നാട് കമ്മ്യൂണിസത്തിൻ്റെതായ നിലനിൽക്കൂല, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ അധിനിവേശത്തിൽ നിലനിൽക്കൂല എന്ന് പറഞ്ഞു. വന്നു, ഇഷ്ടംപോലെ ആളുകളെ കൊന്നു, ഇംറിനാഗിനെ തൂക്കിക്കൊന്നു. അങ്ങനെ നമ്മുടെ 56 വെട്ടി കൊല്ലപ്പെട്ട, അതായത് കമ്മ്യൂണിസ്റ്റുകാരനെ തന്നെ കൊന്ന സ്റ്റാലിൻ KGB കൊണ്ട് ട്രോട്സ്കിയെ കൊന്നല്ലോ. അതുപോലെയുള്ള വലിയ സംഭവങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനെ തന്നെ കൊല്ലുന്ന സ്റ്റാലിനിസ്റ്റ് അല്ലെങ്കിൽ ക്രൂഷ്ചേവ് പാവമെന്നാണ് നമ്മൾ വിചാരിക്കാറ്. ക്രൂഷ്ചേവിസ്റ്റ് രീതികളൊക്കെയും ഈ ഹംഗറിയും സാക്ഷിയായിട്ടുണ്ട് അതിനൊക്കെ.